വെൽക്കം ബാക്ക് ഗൈസ്, വെൽക്കം ബാക്ക് ടു പൈത്തൺ 0 to Hero ഡേ 13. സോ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ നോക്കിയാൽ ലിസ്റ്റിൻ്റെ കുറേ സംഭവങ്ങൾ, അതായത് ലിസ്റ്റിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് നോക്കി, അതേപോലെ ലിസ്റ്റ് സ്ലൈസിങ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കി, ഇൻഡെക്സിങ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കി, അതുപോലെ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ നോക്കി. അപ്പോൾ ഇത്രയും നമ്മൾ നോക്കിയത്. അപ്പോൾ ഇന്ന് നമുക്ക് ലിസ്റ്റിൻ്റെ കുറച്ച് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ലിസ്റ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ ലിസ്റ്റിൻ്റെ കുറച്ച് ബിൽട്ട് ഇൻ മെത്തേഡ്സ് ഉണ്ട്. അതായത് ലിസ്റ്റിൽ കുറച്ച് മാനിപ്പുലേഷൻസ് വരുത്താനും അതേപോലെ ചേഞ്ചസ് വരുത്താനുമായിട്ടുള്ള അല്ലെങ്കിൽ പ്രോസസ്സിങ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ബിൽട്ട് ഇൻ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ടെക്നിക്കൽ നെയിം എന്ന് പറയുന്നത് മെത്തേഡ്സ് എന്നാണ്, പിന്നെ ഫങ്ഷൻസ് എന്നും പറയാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിലേക്ക് നമുക്ക് ഇൻ ഫ്യൂച്ചർ ഉള്ള ക്ലാസ്സസിൽ നിങ്ങൾ വഴിയെ അത് മനസ്സിലാവും. സോ ഒട്ടുമിപ്പിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ലിസ്റ്റിൽ മാനിപ്പുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്താ വേണ്ടേ? ലിസ്റ്റ് വേണ്ടി. അപ്പോൾ ജസ്റ്റ് ഞാൻ L = 2 എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക. അത് 1 2 നമുക്ക് സോർട്ടഡ് വേണ്ട, ഒരു അൺസോർട്ടഡ് സാധനം ഇടാം. അതായത് 5 42 21 സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 10 എലമെൻറ്റ്സ് ഉള്ള ഒരു ലിസ്റ്റ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം? അതായത് ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഫങ്ഷൻസ് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇത് ലിസ്റ്റിൽ മാത്രമല്ല ഏതൊരു ഐട്രബിളിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ലെൻ എന്ന് പറയുന്നത്. ഇത് മെത്തേഡല്ല, ഇതൊരു ഫംഗ്ഷനാണ്. ലെൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അത് ഏതൊരു ഐട്രബിൾ നിങ്ങൾക്ക് സ്ട്രിങ്ങിൽ അപ്ലൈ ചെയ്യാം, ലിസ്റ്റിൽ അപ്ലൈ ചെയ്യാം, ടപ്പിളിൽ അപ്ലൈ ചെയ്യാം, സെറ്റിൽ അപ്ലൈ ചെയ്യാം, ഡിക്ഷണറിയിൽ അപ്ലൈ ചെയ്യാം. ഏത് ഒരു ഐട്രബിളിലും നിങ്ങൾക്ക് ഈ പറയാൻ പോകുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏതാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ലെൻ. ഓക്കെ, അതായത് ഞാനിപ്പോൾ ലെൻ ഓഫ് L കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് പ്രിൻ്റ് കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് ഇതിൻ്റെ ലെങ്ത് എത്രയാണെന്നുള്ളത് പ്രിൻ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അതായത് ഒരു ലിസ്റ്റിൻ്റെ ലെങ്താണ് ലെൻ ഓഫ് L റിട്ടേൺ ചെയ്യുന്നത്. സോ ഓക്കെ, അപ്പോൾ ഇനി ഫസ്റ്റ് നമ്മൾ ലെൻ നോക്കി. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ പറഞ്ഞിരുന്നു, അതായത് അപ്പെൻഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. അപ്പോൾ അപ്പെൻഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതായത് എനിക്കിപ്പോൾ ഈ L എന്ന് പറയുന്ന ലിസ്റ്റിനകത്തോട്ട് ഒരു ഫംഗ്ഷൻ ഒരു എലമെൻറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പെൻഡ് യൂസ് ചെയ്യും. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് L ഡോട്ട്, അതായത് ഇത് ലിസ്റ്റിൻ്റെ ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ L ഡോട്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കണം വിളിക്കുന്നത്, അല്ലെങ്കിൽ ലിസ്റ്റ് നെയിം ഡോട്ട് മെത്തേഡ് നെയിം, അതാണ് ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ L ഡോട്ട് അപ്പെൻഡ്, എനിക്ക് അതായത് Lലോട്ട് എനിക്ക് ഒരു വാല്യൂ അപ്പെൻഡ് ചെയ്യണം. അതായത് L ഡോട്ട് അപ്പെൻഡ്, അതിൻ്റെ അകത്ത് ഏത് വാല്യൂ അപ്പെൻഡ് ചെയ്യണ്ടേ? നിങ്ങൾക്ക് എന്ത് വാല്യൂ കൊടുക്കാം, ലൈക്ക് വോട്ടെവർ. ഇതിപ്പോൾ ഒരു സെയിം ഡാറ്റ ടൈപ്പ് ആണോ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഏത് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 105 അപ്പെൻഡ് ചെയ്യാം. അപ്പോൾ 105 അപ്പെൻഡ് ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് L പ്രിൻ്റ് ചെയ്യാം. ഞാൻ പ്രിൻ്റ് ചെയ്താൽ എനിക്ക് നേരത്തെ ഇവിടെ എന്തായിരുന്നു 5 തൊട്ട് 21 വരെ ഉള്ളായിരുന്നു. ഇപ്പോൾ 5 തൊട്ടിട്ട് 105 വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ എന്നോട് പറയാം, അതായത് എനിക്ക് ഒരെണ്ണം ആഡ് ചെയ്താൽ പോരാ, എനിക്കൊരു 4-5 ഒരുമിച്ച് ആഡ് ചെയ്യണം. അപ്പോൾ അതിനെന്താ വഴി? പറ. അപ്പം എൻ്റെ ഒരു ലൂപ്പിലിട്ടാൽ പോരെ? അങ്ങനെ പറയരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്താൽ വർക്ക് ചെയ്യും. പക്ഷേ അതിലും എളുപ്പമുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒറ്റ ലൈനിൽ തീരുന്നൊരു വഴി എന്ന് പറഞ്ഞാൽ, വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. അതായത് ഒരു ഐട്രബിൾ, അതായത് ഇപ്പോൾ ഇപ്പോൾ ഒരു സ്ട്രിങ് കൊടുത്തിട്ടോ, അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടോ, അല്ലെങ്കിൽ ഒരു ടപ്പിൾ കൊടുത്തിട്ടോ, വോട്ടെവർ, ഒരു ഐട്രബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ട് നമുക്ക് ആ ഐട്രബിളിൻ്റെ അകത്തുള്ള ഓരോ എലമെൻറ്റ്സും ഈ ലിസ്റ്റിൻ്റെ ഓരോ എലമെൻറ്റ്സ് ആയിട്ട് അപ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ലാസ്റ്റിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? L ഡോട്ട് എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാം. ഓക്കെ, എക്സ്റ്റെൻഡിനകത്ത് നമുക്ക് കൊടുക്കുന്നത് ഒരു ഐട്രബിൾ ആയിരിക്കണം എന്നേ ഉള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ലിസ്റ്റ് കൊടുക്കുക, അതായത് 10 20 30 40 50. എനിക്ക് ഇത് ആഡ് ചെയ്യണം. അതായത് ഓക്കെ, ഇപ്പോൾ ഞാൻ എൻഡിലോട്ട് ആഡ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് L പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് പ്രിൻ്റ് ചെയ്യുമ്പോൾ അവസാനം ഇത് എക്സ്റ്റെൻഡായി. ആദ്യം 105 അപ്പെൻഡ് ചെയ്തു, അതായത് ഇത് എല്ലാം നമ്മൾ സീക്വൻഷ്യലി എക്സിക്യൂട്ട് ചെയ്ത് പോവാണ്. അപ്പോൾ 105 അപ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവസാനം 10 20 30 40 50 അപ്പെൻഡ് ചെയ്തു. അതായത് നമുക്കൊരു ഐട്രബിളും അപ്പെൻഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റ്റെൻഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റല്ല, നിങ്ങൾക്ക് ഒരു ടപ്പിൾ കൊടുക്കണം. എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ടപ്പിൾ കൊടുക്കാം. ഇവിടെ വെക്കുക. ടപ്പിൾ കൊടുത്താലും അതിൻ്റെ വാല്യൂസ് എടുത്തിട്ട് ഈ ലിസ്റ്റിനകത്തോട്ട് ആഡ് ചെയ്യും. നിങ്ങൾക്ക് ടപ്പിൾ വേണ്ട, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു സ്ട്രിങ് കൊടുത്താൽ എന്ത് പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതായത് അശ്വിൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രിങ് കൊടുത്തു. ഇപ്പോൾ എന്ത് പറ്റും? ഈ സ്ട്രിങ്ങിനെ മുറിക്കും. അതായത് സ്ട്രിങ്ങിൻ്റെ സ്ലൈസിങ് ഞാൻ ജസ്റ്റ് ഒരു സെക്കൻഡ് ഇപ്പോൾ പറയാം. അതായത് സ്ട്രിങ്ങിനെ മുറിച്ചിട്ട് അതിലെ ഓരോ ലെറ്റേഴ്സും എടുത്തിട്ട് ഓരോ എലമെൻറ്റ്സ് ആയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യും. അതാണ്
സ്ട്രിങ്ങിനെ കൊടുത്താൽ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ചെയ്ത ആ സംഭവം തന്നെ ഇടാം. അതായത് 10, 20, 30, 40, 50. ഓക്കെ, സ്ട്രിങ്ങിൻ്റെ സ്ലൈസിങ് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അതായത് എനിക്കിപ്പോൾ ഒരു സ്ട്രിങ് ഉണ്ട്, സേ അശ്വിൻ എൻ്റെ നെയിം. ഇതിൽ എനിക്ക് നമ്മൾ ലിസ്റ്റിനകത്ത് പഠിച്ചു ഓരോ ഇൻഡെക്സ് പൊസിഷൻ ഉണ്ടെന്ന്. അതേപോലെ എക്സാക്ട് സെയിം സാധനം 0, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഇതിനും ഇതേപോലെ ഇൻഡെക്സ് ഉണ്ട്. അതേപോലെ തന്നെ -5, -4, -3, -2, -1 എന്ന് പറഞ്ഞിട്ട് ഇതിന് ഇൻഡെക്സ് ഉണ്ട്. സോ അതായത് ഇവിടെ ഇപ്പോൾ എനിക്ക് ലിസ്റ്റിന് എങ്ങനെയാണോ എനിക്ക് ഇൻഡെക്സ് എഴുതാൻ പറ്റുന്നത് അതേപോലെ സ്ട്രിങ്ങിനും ഇൻഡെക്സ് എഴുതാൻ പറ്റും, സ്ലൈസ് ചെയ്യാൻ പറ്റും. എക്സാക്ട് സെയിം സാധനം, ഒരു വ്യത്യാസമില്ല. സെയിം സാധനം എനിക്ക് സ്ട്രിങ്ങിനും ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ അവസാനം ഒരു വാല്യൂ എൻ്റർ ചെയ്യാൻ അല്ലെങ്കിൽ അപ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ അവസാനം ഒരു IEEE വാല്യൂസ് ഫുള്ള് അപ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യണം. അതായത് സേ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇപ്പോൾ ഇവിടെ ഈ 43 കഴിഞ്ഞിട്ട് ഒരു 20 അല്ലെങ്കിൽ 53 ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കിവിടെ ഇപ്പോൾ ഒന്ന് ഹാർഡ് കോഡ് ചെയ്ത് കയറ്റാൻ പറ്റും. അതല്ലാതെ എനിക്ക് ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ഫ്ലോയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, അതായത് അതിനൊരു ഫംഗ്ഷൻ ഉണ്ട് l.insert എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതായത് ഇവിടെ ശ്രദ്ധിക്കുക, അതായത് ഇതിൻ്റെ പാരാമീറ്റേഴ്സ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് l.extend കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര പാരാമീറ്റേഴ്സ് എടുക്കും, ഒരു പാരാമീറ്റർ എടുക്കുകയുള്ളൂ. അതായത് എന്തെങ്കിലും ഒരു IEEE ആണ് അതെടുക്കുന്നത്. അപ്പെൻഡും അതേപോലെ തന്നെ ഒരു പാരാമീറ്റർ എടുക്കുകയുള്ളൂ, അത് ഒരു എന്ത് ഡാറ്റ ടൈപ്പ് വേണമെങ്കിലും എടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ അപ്പെൻഡിനകത്ത് നമ്മളൊരു ലിസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും, 105, 106 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ലിസ്റ്റ് കൊടുത്താൽ ഇവിടെ ആ ലിസ്റ്റ് നമ്മൾ കൊടുക്കുന്ന സാധനം അതേപോലെ എടുത്തിടും. അതായത് ഇൻസേർട്ടിനകത്ത് നമ്മൾ IEEE കൊടുത്താൽ അതിൻ്റെ വാല്യൂസ് എടുത്ത് ഓരോ എലമെൻറ്റ്സ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പെൻഡിനകത്ത് IEEE കൊടുത്താൽ ആ സാധനം അതേപോലെ എടുത്ത് ഇതിൻ്റെ അകത്ത് ഇടും. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇനി നമുക്ക് ഇൻസേർട്ട്, അതായത് എനിക്ക് എവിടെ ഇൻസേർട്ട് ചെയ്യണ്ടേ, 43 കഴിഞ്ഞിട്ട് എനിക്ക് 53 ഇൻസേർട്ട് ചെയ്യണം. അതായത് ഇതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ ഏതാ, 0, 1, 2, 3, 4, 4th പൊസിഷൻ കഴിഞ്ഞിട്ട്, അതായത് 5th പൊസിഷനിൽ എനിക്ക് എന്ത് ഇൻസേർട്ട് ചെയ്യണം, 53 എന്ന് പറയുന്ന വാല്യൂ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യും, l.insert എനിക്ക് കൊടുക്കേണ്ട വാല്യൂ എവിടെ ഇൻസേർട്ട് ചെയ്യണ്ടേ എന്നുള്ളത് ആദ്യം, അതായത് ഇതിൻ്റെ ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ i,h എന്ന് പറയും. അതായത് ഇൻസേർട്ടിൻ്റെ രണ്ട് പാരാമീറ്റേഴ്സ് വേണം. അതിൽ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏത് പൊസിഷനിലോട്ടാണ് കുത്തിക്കയറ്റേണ്ടത് അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതും, അതേപോലെ സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് എന്ത് വാല്യൂ ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കൊടുക്കാം, നമുക്ക് എവിടെ കുത്തിക്കയറ്റേണ്ടത്, മറന്നുമില്ല, 0, 1, 2, 3, 4, 5th. ഓക്കെ, സോ 5ൽ നമുക്ക് ഏത് വാല്യൂ കുത്തിക്കയറ്റണം, 53 കുത്തിക്കയറ്റണം. ഓക്കെ, 53 കുത്തിക്കയറ്റണം. അപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ മറന്നുപോയല്ലേ. ഓക്കെ, ഇനി പ്രിൻ്റ് ചെയ്ത് നോക്കിയാൽ 0, 1, 2, 3, 4, 5. നേരത്തെ ഇവിടെ 23 ആയിരുന്നു, 23യെ ഇങ്ങോട്ട് തള്ളിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് 53 കയറിയിരുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു എലമെൻറ്റ് നമ്മുടെ ലിസ്റ്റിൽ കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡാറ്റേനെ ഇൻസേർട്ട് ചെയ്യാൻ പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ഇൻസേർട്ട് ചെയ്താൽ മാത്രം മതി പോരല്ലോ, എടുത്ത് കളയാനായിട്ട് നമുക്ക് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ l.pop. പോപ്പ് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ റിമൂവ് ചെയ്യുക മാത്രമല്ല, ഇത് റിമൂവ് ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, അതായത് ഈ ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. പക്ഷേ ഇതുവരെ നമ്മൾ നോക്കിയ ഫങ്ഷൻസ് ഒന്നും വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്യത്തില്ല. അത് ഈ പറഞ്ഞ ലിസ്റ്റിൽ തന്നെ മോഡിഫിക്കേഷൻ വരുത്തുക. ഇത് ലിസ്റ്റിൽ മോഡിഫിക്കേഷൻ വരുത്തുകയും ചെയ്യും. അതേപോലെ തന്നെ എന്ത് ചെയ്യും, നമുക്ക് ഇത് ഏത് വാല്യൂ ആണ് റിമൂവ് ചെയ്തത് അത് നമ്മുടെ കയ്യിലോട്ട് റിട്ടേൺ ചെയ്ത് തരുകയും ചെയ്യും. അതായത് അത് റിസീവ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്നുമില്ല, വാല്യൂ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ എന്തെങ്കിലും വേരിയബിൾ ഈസ് ഈക്വൽ ടു l.pop അല്ലെങ്കിൽ ഏത് ലിസ്റ്റാണോ ആ ലിസ്റ്റ് .pop കൊടുത്താൽ ഡയറക്റ്റ് നമ്മൾ വെറുതെ പോപ്പ് കൊടുത്താൽ അത് ചെയ്യുന്നതെന്ന് പറയും. ബൈ ഡിഫോൾട്ട് ഇതിനൊരു പാരാമീറ്റർ ഉണ്ട്, -1 എന്നാണ്. -1 ആണ് ബൈ ഡിഫോൾട്ട് പാരാമീറ്റർ. അതായത് എൻഡിലുള്ള വാല്യൂ ബൈ ഡിഫോൾട്ട് ഇത് പോപ്പ് ചെയ്യും. അതെല്ലാം നിങ്ങളൊരു വാല്യൂ കൊടുക്കുക. സേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു 6 കൊടുത്തു. 6 കൊടുത്താൽ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താ, 6th ഇൻഡെക്സ് പൊസിഷൻ, അതായത് 0, 1, 2, 3, 4, 5,
സിക്സിൽ നമ്മൾ ഇവിടെ ഒരു 53 ആഡ് ചെയ്തായിരുന്നു നേരത്തെ. അപ്പോൾ ഫിഫ്ത്തിൽ വരുന്നത് 6th വരുന്നത് 23. അപ്പോൾ ആക്ച്വലി റിമൂവ് ചെയ്യേണ്ടത് 23 ആണ്, നമുക്ക് പ്രിൻറ്റ് ചെയ്ത് തരേണ്ടത് 23 ആണ്. അപ്പോൾ നമുക്ക് വാലും ലിസ്റ്റും ലിസ്റ്റല്ല എല്ലും ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് ഇവിടെ നോക്കുക, ഇത് നമ്മൾ തൊട്ട് മുന്നേ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇത് നമ്മൾ പോപ്പ് ചെയ്ത ലിസ്റ്റിൽ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി 0 1 2 3 4 5 6 നമുക്ക് 23 ആണ് ഉള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പ്രിൻറ്റ് ചെയ്തത് എന്താ, വാല്യൂ. ഓക്കെ, നമ്മൾ പോപ്പ് റിട്ടേൺ ചെയ്ത വാല്യൂ ആണ് നമ്മൾ ആദ്യം പ്രിൻറ്റ് ചെയ്തത്. ഇവിടെ നമുക്ക് ഇൻഡെക്സ് പൊസിഷൻ നോക്കാം, 0 1 2 3 4 5 6. സോ 6ൽ നേരത്തെ 23 ആയിരുന്നു, ഇപ്പോൾ 23നെ എടുത്ത് കളഞ്ഞിട്ട് 15നെ ഇപ്പുറത്തോട്ട് തട്ടിയിട്ടുണ്ട്. സോ അതാണ് പോപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഒരു ഇൻഡെക്സ് കൊടുത്താൽ ആ ഇൻഡെക്സ് നമുക്ക് റിമൂവ് ചെയ്ത് നമ്മുടെ കയ്യിൽ തിരിച്ചു കൊണ്ടുതരും. അതാണ് പോപ്പ് ഫംഗ്ഷൻ ചെയ്യുന്ന പണി എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഒരു ഇൻഡെക്സ് പൊസിഷനിൽ നിന്ന് അല്ലെങ്കിൽ എൻഡിൽ നിന്ന് എങ്ങനെ വാല്യൂ റിമൂവ് ചെയ്യണം എന്നുള്ളത്. ഇനി നമുക്ക് വേറൊരു സംഭവം, അതായത് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടെങ്കിൽ അതെനിക്ക് റിമൂവ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും പറ. l.remove എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ റിമൂവിൻ്റെ അകത്ത് ഒരു പാരാമീറ്റർ നമ്മൾ കൊടുത്താൽ മതി. അതിൻ്റെ അകത്ത് ഒരു പാരാമീറ്റർ മാൻഡേറ്ററി ആണ്. അപ്പോൾ അത് എന്താണ്, നമുക്ക് ഏത് വാല്യൂ ആണോ റിമൂവ് ചെയ്യേണ്ടത് ആ വാല്യൂ റിമൂവിൻ്റെ അകത്ത് കൊടുത്താൽ മതി. അതായത് സേ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ 64 റിമൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ 64 റിമൂവ് ചെയ്താൽ എനിക്ക് എന്താ, പ്രിൻറ്റ് ചെയ്തില്ലല്ലേ നമ്മൾ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് എന്തായിരുന്നു എല്ല്. ഇപ്പോൾ ഞാനിവിടെ ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്തു. അതായത് ഇവിടെ എനിക്ക് ഏതായിരുന്നു റിമൂവ് ചെയ്യേണ്ട 64. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 64 ഇവിടെ ഉണ്ട്. അതായത് ഫസ്റ്റ് ഒക്യുറൻസ് ആയിരിക്കും റിമൂവ് ചെയ്യണേ. അതായത് ഈ ലിസ്റ്റിൽ ഇപ്പോൾ 2 64 ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആദ്യം എവിടെയാണോ 64 അത് മാത്രമേ റിമൂവ് ചെയ്യത്തുള്ളൂ. സോ അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 കഴിഞ്ഞാൽ 64 ആണ്. അതായത് 53 50 64. ഇവിടെ 53 50 64 കളഞ്ഞു 42. റിമൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പ്രത്യേകതയല്ല, ലൈക്ക് പോപ്പിൻ്റെ ആയിരുന്നു പ്രത്യേകത. പോപ്പിൻ്റെ പ്രത്യേകത അത് വാല്യൂ റിട്ടേൺ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യുന്ന വാല്യൂ ഒന്ന് റിട്ടേൺ ചെയ്യും. റിമൂവ് അത് റിട്ടേൺ ചെയ്യത്തില്ല. കാരണം ഇനി നമുക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, അതായത് ക്ലിയർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. അതായത് നമ്മളിപ്പോൾ l.clear അടിച്ചാൽ എന്ത് സംഭവിക്കും, ഞാൻ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. പ്രിൻറ്റ് ഇതിൻ്റെ അതുള്ള കംപ്ലീറ്റ് വാല്യൂ അടിച്ചു വാരി തൂത്ത് വാരി എടുത്ത് കളഞ്ഞിട്ടൊരു empty ലിസ്റ്റാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലിയറിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അപ്പോൾ തൽക്കാലം ഈ ക്ലിയർ നമുക്ക് കമൻറ്റ് ചെയ്തിട്ടേക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നീട് അത് പണിയാവും. പിന്നീട് അടുത്ത ഫംഗ്ഷൻസ് നോക്കുമ്പോൾ അത് പണി തരും. സോ തൽക്കാലം അവർക്ക് കളിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇത് സോർട്ടഡ് അല്ല. ഈ ലിസ്റ്റ് കംപ്ലീറ്റ്ലി അൺസോർട്ടഡ് ആണ്. 5 9 10 പിന്നെ 100, അത് കഴിഞ്ഞാൽ പിന്നെ 43. 100-നേക്കാളും ചെറുതല്ല. 5 9 10 100 വരെ ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ ചെറുതിലോട്ട് വരുന്നു. പിന്നെ ലൈക്ക് ടോട്ടലി അൺസോർട്ടഡ് ലിസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിനെ സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിഫോൾട്ട് ഫംഗ്ഷൻ ഉണ്ട്. എന്തായിരിക്കും അത് തന്നെ, സോർട്ട്. നേരത്തെ പഠിച്ച് വെച്ചേക്കല്ലേ. l.sort എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റ് സോർട്ട് ചെയ്യും. എന്നിട്ട് ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്താൽ നമുക്ക് സോർട്ടഡ് ലിസ്റ്റ് കാണാം. അതായത് 5 9 10 10 2 10 ഉണ്ട്. ഓക്കെ, 10 20 21 30 40 42 43 50 50 53 100 105. ഓക്കെ, ഇപ്പോൾ നോക്കുക, ഇത് കംപ്ലീറ്റ്ലി ഒരു സോർട്ടഡ് ലിസ്റ്റാണ്. അതായത് ജസ്റ്റ് സോർട്ട് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ് l.sort എന്ന് പറയുന്നത്. ഇതിന് നിങ്ങൾക്ക് പോട്ടെ റിവേഴ്സ് ഓർഡറിൽ സോർട്ട് ചെയ്യണം. അതായത് ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. അന്നേരം ഇത് ഡിസെൻഡിങ് ഓർഡറിൽ നിങ്ങൾക്ക് സോർട്ട് ചെയ്ത് തരും. ഓക്കെ, അതായത് റിവേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പാരാമീറ്ററാണ്. അപ്പോൾ അത് ജസ്റ്റ് റിവേഴ്സ് ഈക്വൽ ടു ട്രൂ എന്ന് കൊടുത്താൽ എന്ത് തരും, ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത് തരും. ഇനി വേറൊരു ഫംഗ്ഷൻ, അതായത് നിങ്ങൾക്ക് സോർട്ട് യൂസ് ചെയ്ത് റിവേഴ്സ് ചെയ്യേണ്ട, നിങ്ങൾക്ക് വേറൊരു ഫംഗ്ഷൻ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, l.reverse കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റിവേഴ്സ് തൽക്കാലം പോട്ടെ, നമുക്ക് ഇത് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാം. എന്നിട്ട് അന്നേരം ഇത് അസെൻഡിങ് ഓർഡറിൽ സോർട്ടായി. ഇനി l.reverse കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇപ്പോൾ ഉള്ള ലിസ്റ്റിനെ റിവേഴ്സ് ചെയ്യും. അതായത് ഇപ്പോൾ കറൻറ്റ്ലി ഇവിടെ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത് വെച്ചേക്കുന്ന സാധനം, അതിനെ റിവേഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് ഡിസെൻഡിങ് ഓർഡറിലുള്ള സാധനം കിട്ടും. ഇനി നിങ്ങൾ പോട്ടെ
ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കുക, നിങ്ങൾ ഇവിടെ ഏതാണോ ലിസ്റ്റ് ആ ലിസ്റ്റിനെ അതേപോലെ റിവേഴ്സ് ചെയ്ത് തന്നില്ലേ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഉള്ള ലിസ്റ്റ് എന്താണോ അതിനെ നേരെ തലതിരിച്ച് വെച്ച് തരാനുള്ള ഫംഗ്ഷനാണ് റിവേഴ്സ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ സോർട്ടും റിവേഴ്സും തമ്മിൽ തെറ്റിപ്പോയത്. അതായത് നിങ്ങൾക്ക് റിവേഴ്സിൽ സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോർട്ടിനകത്ത് റിവേഴ്സ് ഈക്വൽ ടു ട്രൂ കൊടുക്കണം. നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ ഉള്ളതിനെ അതേപോലെ തിരിക്കണമെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ഓക്കെ, ഇതിന് ഈ സംഭവത്തിന് അതായത് റിവേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് സ്ലൈസ് ചെയ്യുമ്പോൾ ഒരു മെത്തേഡ് ഉണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക. സോ അതാണ് ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ എനിക്കിനി അടുത്തൊരു സംഭവം, അതായത് എനിക്കിപ്പോൾ ഈ ലിസ്റ്റിനകത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്ര ഉണ്ടെന്ന് അറിയണം. അതായത് ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ എത്ര 10 ഉണ്ട് ഇതിൻ്റെ അകത്ത് എന്നറിയണം. അതായത് ഫൈനലി ഇവിടെ എക്സിക്യൂട്ട് ചെയ്തെല്ലാം കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ എത്ര 10 ഉണ്ട് എന്നറിയണം. അപ്പോൾ എനിക്ക് അപ്പോൾ എനിക്ക് ആക്ച്വലി ഇപ്പോൾ കുത്തിരി നടാൻ പറ്റത്തില്ലോ. അപ്പോൾ അതിനൊരു ഫംഗ്ഷൻ ഉണ്ട് എൽ ഡോട്ട്. നമുക്ക് അത് ആക്ച്വലി ഒരു സംഭവം, അതായത് ഒരു വാല്യൂ അത് റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് പ്രിൻറ്റ് എൽ ഡോട്ട് കൗണ്ട് കൊടുക്കുക. എൽ ഡോട്ട് കൗണ്ട് കൊടുത്തിട്ട് അതിൻ്റെ അത് നിങ്ങൾക്ക് ഏത് വാല്യൂ ആണോ കൗണ്ട് ചെയ്യേണ്ടത് അത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് എൻ്റെ ലിസ്റ്റിനകത്ത് എത്ര 10 ഉണ്ടെന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ഇവിടെ 2 10 ഉണ്ട്. അതായത് നമ്പർ ഓഫ് 10, അതായത് എൽ ഡോട്ട് കൗണ്ട് എന്ന് പറയുന്നത് എൽ ഡോട്ട് കൗണ്ട് ഓഫ് 10 എന്ന് പറയുന്നത് എത്രയാണ്? 2. അതായത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 40 30 20. ഓക്കെ, ഒരു 10 കിട്ടി. 105 21 42 50 53 43 100. ഓക്കെ, ഇവിടെയും ഒരു 10 ഉണ്ട്. ഓക്കെ, ഫൈൻ. സോ അപ്പോൾ അതാണ് ഇപ്പോൾ എൻ്റെ ലിസ്റ്റിനകത്ത് 2 10 ഉണ്ട്. സോ അത് കൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് കൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതായത് ഒരു ലിസ്റ്റിനെ എനിക്കിപ്പോൾ കോപ്പി എടുക്കണം, അല്ലെങ്കിൽ ഒരു ലിസ്റ്റിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, അതായത് മെമ്മറി അഡ്രസ്സ് ചേഞ്ച്, അത് നമ്മളിപ്പോൾ ഒരു ലിസ്റ്റിൻ്റെ കോപ്പി എടുക്കുമ്പോൾ നമുക്ക് ആ സെയിം മെമ്മറി അഡ്രസ്സിലോട്ട് പോയിന്റ് ചെയ്യാതെ ഒരു പുതിയ ലിസ്റ്റ് ഉണ്ടാക്കി അവിടോട്ട് കോപ്പി ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. സ്ലൈസ് ചെയ്ത്, അതായത് നമുക്ക് L1 = L ഓഫ് കോളൻ ഇങ്ങനെ ഇട്ടാൽ മതി എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇതിന് ഇങ്ങനെയും ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. L ഡോട്ട് കോപ്പി എന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ഈ ലിസ്റ്റിനെ കോപ്പി ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് മെമ്മറി അഡ്രസ്സ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് ID ഓഫ് L, ID ഓഫ് L1. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എല്ലിൻ്റെ മെമ്മറി അഡ്രസ്സ് അല്ലെങ്കിൽ ID നമ്പർ എന്ന് പറയുന്നത് ഇതാണ്. അതായത് മെമ്മറി ലൊക്കേഷനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു നമ്പറാണ്. അതായത് ഇവിടെ ലാസ്റ്റ് കുറച്ച് ഡിജിറ്റ്സ് നോക്കുക, 712 എൻഡ് ചെയ്യുന്നത്. ഇവിടെ എൻഡ് ചെയ്യുന്നത് എന്താ? 520. അതായത് രണ്ട് മെമ്മറി ലൊക്കേഷനാണ്. പക്ഷേ അതേസമയം ഞാനിവിടെ ഈ എൽ ഡോട്ട് കോപ്പി ഇല്ലാതെ ജസ്റ്റ് ചുമ്മാ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? ഇവിടെ എന്താണോ, അതായത് ഈ 2 നമ്പറും കമ്പയർ ചെയ്ത് നോക്കുക, എക്സാക്ട് സെയിം സാധനമാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ലിസ്റ്റിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ട് വേണം നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി വർക്ക് ചെയ്യില്ല. കാരണം നിങ്ങൾ എല്ലിനകത്ത് അല്ലെങ്കിൽ L1 എന്തൊക്കെ ചെയ്യുന്നോ അത് 2 ലിസ്റ്റിലും ഒരേപോലെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കോപ്പി എടുക്കാനായിട്ട് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതായത് എൽ ഡോട്ട് കോപ്പി യൂസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലൈസിങ് മെത്തേഡ് യൂസ് ചെയ്യണത്. ഓക്കെ, സ്ലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക 14019 സാധനം 2560, ഇവിടെ വരുമ്പോൾ 2896. അതായത് സ്ലൈസ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു കോപ്പി എടുത്ത് പുതിയൊരു അഡ്രസ്സിലോട്ട് കൊടുക്കുകയാണ്, സെയിം ലൊക്കേഷനിലല്ല എന്നുള്ളതാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക്കലി ലിസ്റ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, ബേസിക് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇത് ഇനി ചിലപ്പോൾ കുറേ കാണും. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന അല്ലെങ്കിൽ അത്യാവശ്യം ബേസിക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ഫങ്ഷൻസ് ഇത്രയൊക്കെയാണ്, അല്ലെങ്കിൽ മെത്തേഡ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ആക്ച്വലി ഒരു പ്രോഗ്രാമറിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ആർക്കും ഓർമ്മ കാണത്തില്ല. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് അച്ചീവ് ചെയ്യാൻ എന്ത് സാധനമാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ഓർമ്മ കാണത്തില്ല. പക്ഷേ അത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ആയിരിക്കും നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു ലിസ്റ്റിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ ടാസ്ക് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം കാണുമ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ ഏതാണോ ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഏതാണോ ആപ്റ്റായിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ അത് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലോട്ട് വരണം. അതാണ് വേണ്ടത്. അല്ലാതെ നമുക്ക് ഈ അപ്പൻഡ്, എക്സ്റ്റെൻഡ്, ഇൻസേർട്ട്, പോപ്പ്, ഓക്കെ അപ്പൻഡ് ഉണ്ട്, ലിസ്റ്റിൻ്റെ ഫങ്ഷൻസ് അപ്പൻഡ്, ഇൻസേർട്ട്, എക്സ്റ്റെൻഡ്, പോപ്പ്, പിന്നെ ഇങ്ങനെ കാണാതെ പഠിക്കുകയല്ല വേണ്ടത്. ഒരു കാരണവശാലും അങ്ങനെ കാണാതെ പഠിക്കുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് ഒരു പ്രോബ്ലം മുന്നിൽ കാണുമ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ജസ്റ്റ് മൈൻഡിലോട്ട് വരണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലിസ്റ്റിൻ്റെ ടോപ്പിക്സ് അല്ലെങ്കിൽ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത
സെഷനിൽ ചെയ്യാൻ പോണത്. അപ്പോൾ ഇന്ന് ചെയ്തതിൻ്റെ നോട്ട്സും എല്ലാം കൂടി ഉൾപ്പെടെ ഞാൻ ഗിറ്റ് പ്രപ്പോയിൽ പുഷ് ചെയ്തിട്ട് താഴെ ലിങ്ക് കാണും. ആസ് ഓൾവേസ് എന്നും ആ ലിങ്ക് സെയിം തന്നെയാണ്, എല്ലാം ഒരിടത്ത് തന്നെയാണ്. നിങ്ങൾക്ക് ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ജസ്റ്റ് ഏത് പാർട്ടിൻ്റെ നോട്ട്സാണ് വേണ്ടതെന്നുള്ള ജസ്റ്റ് കയറി നോക്കണം എന്നുള്ളതേ ഉള്ളൂ. സോ എല്ലാ ദിവസവും ഞാൻ കൊടുക്കുന്ന ലിങ്ക് സെയിം തന്നെ. സോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതേപോലെ അടുത്ത ആഴ്ച നമുക്ക് പ്രോബ്ലം ഒരുമിച്ചിരുന്ന് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി എന്നാൽ കേട്ടോ, ബൈ.